നമ്മളുള്ളത് അഹമ്മദാബാദിലെ ഗാന്ധി സ്ട്രീറ്റിലാണ്. ഇവിടെ എന്താണ് കാര്യമെന്നല്ലേ, ഇവിടെ ഞങ്ങൾ വന്നത് ഇതാ. ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത് അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പുരാതനമായ ജാമി മസ്ജിദിലേക്കാണ്. ഈ ജാമി മസ്ജിദിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് അഹമ്മദാബാദിലെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും പഴക്കം ചെന്ന ഒരു ജമാ മസ്ജിദാണ്. ജാമി മസ്ജിദാണ് ഇതിൻ്റെ പേര്. ആയിരത്തി 424 ഇവിടം ഭരിച്ചിരുന്ന അഹമ്മദ് ഷാ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ പള്ളി നിർമ്മിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അതായത് അറബ് മാസം സഫർ 1-ാം തീയതി ഹിജ്റ 827 ഇതിൻ്റെ നിർമ്മാണം എന്നാണ് ഇതിൻ്റെ മിമ്പറിൽ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഈ അഹമ്മദ് ഷാ ഒന്നാമൻ്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 5 പള്ളികൾ നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഈ പള്ളി. അഹമ്മദാബാദിലെ ഗാന്ധി റോഡിലാണ് ഈ പള്ളി. ഇതിൻ്റെ അന്നത്തെ വാതിൽ ഒക്കെ കാണാം. അവിടെ എന്താ ഒരു തോന്നുന്നുണ്ട് അല്ലേ, എന്താ കോട്ടവാതിൽ പോലുള്ള വാതിലാണ്. അതുപോലെ തൂണുകൾ, അതുപോലെ റൂഫ് ഒക്കെ കല്ലാണിത്. നല്ല തണുപ്പ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ അന്ന് ഇന്ത്യയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പള്ളിയായിരുന്നു ഗുജറാത്ത് സുൽത്താനേറ്റിലെ അഹമ്മദ് ഷാ ഒന്നാമൻ നിർമ്മിച്ച ഈ ജാമി മസ്ജിദ്. 75 മീറ്റർ നീളവും 66 മീറ്റർ വീതിയുമുണ്ട് മാർബിൾ പതിപ്പിച്ച ഈ വിശാലമായ അങ്കണത്തിന്. ഇവിടുത്തെ ഹൗളാണ്, അതായത് വുളു എടുക്കാനുള്ള, അംഗശുദ്ധി വരുത്താനുള്ള ഹൗളാണിത്. ഇതാണ് ഈ പള്ളിയുടെ പ്രധാന കെട്ടിടം. കാഴ്ചകളും അത്ഭുതങ്ങളൊക്കെ അതിനകത്താണ്. വാ, പോയി നോക്കാം. ഇത് കണ്ടോ, പള്ളിക്കകത്തേക്ക് കയറുമ്പോഴുള്ള കാഴ്ചകളാണ്. എത്ര തൂണുകളാണ് നോക്കൂ. യെല്ലോ സാൻഡ് സ്റ്റോണുകളിലാണ് ഈ തൂണുകളൊക്കെ ഉള്ളത്. തൂണുകൾ മാത്രമല്ല, ഇതിൻ്റെ റൂഫും ഒക്കെ സാൻഡ് സ്റ്റോണുകളാണ്. ഈ മിഹ്റാബിൻ്റെ മുന്നിലുള്ള പ്രധാന കുബ്ബയാണിത്. അതിനുള്ളിൽ ഉള്ള സാൻഡ് സ്റ്റോണുകളൊക്കെ കുറേ കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും പ്രാർത്ഥന നടക്കുന്ന മസ്ജിദുകളിൽ ഒന്നാണ് ഈ ജാമി മസ്ജിദ്. ഇതാണ് ഇതിൻ്റെ മിഹ്റാബ്, മിമ്പർ ഒക്കെ ആണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ജുമാ നമസ്കാരത്തിന് തൊട്ട് മുമ്പാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. ഇവിടെ ഇതിൻ്റെ ഒരു ഭാഗത്ത് അതിന് മുകളിൽ പള്ളിയാണെന്ന് തോന്നുന്നു. ചെറിയ ആ വാതിലുകൾ, അതുപോലെ അതിൻ്റെ വിൻഡോ ഉണ്ട്, ചെറിയ കല്ലിൽ ഉള്ള ചെറിയ വിൻഡോ ഒക്കെയാണ്. ഇവിടെ ഇതിൻ്റെ ഇത്രയും ഭാഗം മുകളിൽ വേറെ ആയതുകൊണ്ട് ഇവിടെ ഉയരം കുറവാണ്. ഈ ഉയരമുള്ളൂ ഇവിടെ കണ്ടോ, ചെറിയ ഉയരമുള്ളൂ. ഒരുപാട് പേർക്ക് ഇതിനകത്ത് തന്നെ സ്കരിക്കാനും സ്ഥലമുണ്ട്. അത്ര നീളം ഉണ്ട്. ഓരോ ഇതിൻ്റെ അടിയിലും മാറ്റ് വിരിച്ചിട്ടുണ്ട്. 260 തൂണുകളുണ്ടത്രേ ഇതിനകത്ത്. ഇത്രയൊക്കെ തൂണുകളുണ്ടായിട്ടും ഇത്ര വിശാലമായിട്ടും ഇതിൻ്റെ എല്ലാ ഭാഗത്തും പ്രകാശം എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ കണ്ടല്ലോ, ഒരു നമ്മുടെ ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു വാസ്തുശില്പം, ഒരുപാട് തൂണുകൾ. അതാണ് ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ഒരുപാട് തൂണുകൾ, ഇതെല്ലാം കല്ലിലാണ്. ഇതിൻ്റെ തൂണുകൾ, ഇതിൻ്റെ റൂഫ് എല്ലാം കല്ലുകൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചതാണ്.
നല്ലൊരു തണുത്ത കാലം. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പിന്നെ കാലാവസ്ഥ, ഇതിനുള്ളിൽ പിന്നെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നല്ലൊരു കാഴ്ച ആണ്, നല്ലൊരു ചരിത്ര മോണുമെൻ്റ് തന്നെയാണ് ഈ അഹമ്മദാബാദ് ജാമി മസ്ജിദ് അല്ലെങ്കിൽ ജമാ മസ്ജിദ് എന്നൊക്കെ പറയുന്ന ഇത്. അഹമ്മദാബാദിൽ ഗാന്ധി റോഡിലാണ് ഈ പള്ളിയുള്ളത്. അപ്പോൾ അഹമ്മദാബാദ് വരുന്നവർക്ക് തീർച്ചയായിട്ടും കാണേണ്ടതായ ഒരു പള്ളി തന്നെയാണ് ഈ അല്ലെങ്കിൽ ഒരു ചരിത്ര സ്മാരകം തന്നെയാണ് ഈ ജാമി മസ്ജിദ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് പള്ളിയിലുള്ളത്. ഇവിടെ ആ ഒരു പഴമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് പുതുതായി ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കേടുപാടുകൾ തൂണുകൾക്കൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഒരുപക്ഷെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭംഗി, ഈ തനിമ നമുക്ക് പക്ഷേ ഇതിൽ കാണാൻ പറ്റില്ലായിരുന്നു. ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത് ഒരു കണക്കിന് നമുക്ക് ഒരു ചരിത്ര സ്മാരകം ഏതാണ്ട് പിന്നെ 600 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഈ ഒരു സ്മാരകം അതിൻ്റെ ആ ഭംഗിയിൽ നമുക്ക് ആ തനിമയോടുകൂടി തന്നെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അഹമ്മദാബാദ് വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ നിങ്ങൾ വരുന്നവർ ഇവിടെ കാണുക. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് തൂണുകൾ, ഈ തൂണുകളെല്ലാം പിന്നെ കരിങ്കല്ല്, ഇതൊക്കെ കരിങ്കല്ലാണ്. ഇതിൻ്റെ ഈ തൂണുകളാണെങ്കിലും അതിൻ്റെ റൂഫ് ആണെങ്കിലും ഒക്കെ കരിങ്കല്ലിൽ കൊണ്ട് മാത്രം നിർമ്മിച്ചു. അതിൽ തന്നെ കരിങ്കല്ല് കൊണ്ട് നല്ല കൊത്തുപണികളാണ്. ഓരോ ചെറിയ കുബ്ബകൾക്കുള്ളിലും ഒക്കെ കൊത്തുപണികൾ ധാരാളമുണ്ട്. വലിയ കുബ്ബകളിലൊക്കെ ഉണ്ടല്ലേ നല്ല കൊത്തുപണികളുണ്ട്. ഇത് ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു നിർമ്മിതിക്ക് അന്നത്തെ രാജാക്കന്മാർ എത്ര പണം ചിലവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്നത്. അതുപോലെ എത്ര മാൻ പവർ, മെഷീനൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ടിങ് ചെയ്ത് ഇത്രയും വെയിറ്റ് കൂടിയ ഗ്രാനൈറ്റ് തൂണുകൾ കൊടുന്ന് നാട്ടി ഇതുപോലെ മനോഹരമാക്കണമെങ്കിൽ എത്ര പണം ചിലവാക്കിയിട്ടുണ്ടാവും എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്നത്. അതുപോലെ നൂറുകണക്കിന് തൂണുകളാണ് ഇതിങ്ങനെ നിരന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു അത്ഭുതപ്പെടുത്ത കാഴ്ച. മുകളിൽ നോക്കുന്നത് അവിടെ അതൊരു തട്ടാണ് അല്ലേ? അതൊരു തട്ടാണ്. അവിടെ നിസ്കരിക്കാനുള്ളതാണ് എന്താണെന്ന് അറിയില്ല. അതൊരു നെക്സ്റ്റ് ഫ്ലോറായിട്ട് അത് അടുത്തൊരു ഫ്ലോർ പോലെയാണ് തോന്നുന്നത്. അവിടെ കയറാൻ പറ്റുന്നതാണോ എന്നറിയില്ല. മുകളിലേക്കൊന്നും കാണുന്നില്ല. പള്ളിയുടെ ആൾക്കാരൊക്കെ വന്നു തോന്നുന്നു. ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. ൽ നിർമ്മാണം ആരംഭിച്ച് 1424 ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത്. അതിമനോഹരമായ ഈ മസ്ജിദിൻ്റെ സമാനതകളില്ലാത്ത ചാരുത നിരവധി സഞ്ചാരികളെ ഇവിടേക്ക് വരുന്നുണ്ട് എന്നൊക്കെയാണ് അറിയുന്നത്. ചുമരുകൾ ഇത് കണ്ട അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അലാ ആലി മുഹമ്മദ് തുടങ്ങി മനോഹരമായ ഈ അറബി കാലിഗ്രാഫിയും അന്നത്തെ കാലത്ത് തന്നെ ഈ കല്ലിൽ എഴുതി വെച്ചതാണ്. ഇന്നിപ്പോൾ ഇന്നലെ 2 ദിവസം ഇന്നൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. ഇന്നിപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഇത് മാർബിളാണ്. ഒരു തരത്തിൽ കല്ല് പോലുള്ള മാർബിളാണ്. വെയിൽ കൊണ്ട് നല്ല ചൂടാണ്. ഇപ്പോൾ അവിടെ ചവിട്ടി നിൽക്കാൻ പറ്റുന്നില്ല. വെർട്ടിക്കൽ റൂട്ട്സ് ജാമി മസ്ജിദിൻ്റെ കാഴ്ചകൾ ഇവിടെ മതിയാക്കി അടുത്ത കാഴ്ചകളിലേക്കുള്ള യാത്രയിലാണ്.